Hi friends, welcome to Simis Nadan kitchen. This is a healthy breakfast. ഗോതമ്പൊടി വെച്ചിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇത് നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആണ് ഇതിന്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തുമ്പോഴത്തേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. 3/4 കപ്പ് ഗോതമ്പൊടി, ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത്, ഒരു കറിവേപ്പില, 2 പച്ചമുളക്, ഇഞ്ചി 1 ടേബിൾ സ്പൂണാണ്. ഇത് കൊത്തി അരിഞ്ഞതാണ്. കൊത്തി അരിഞ്ഞതിന് ശേഷമാണ് 1 ടേബിൾ സ്പൂൺ. 1/4 കപ്പ് ഗ്രീൻ പീസ്, ഒരു 4 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 കപ്പ് ക്യാരറ്റ്, ഒരു ചെറിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കടുക്, 1/2 കപ്പ് തേങ്ങ, ഫ്രഷ് തേങ്ങ കേട്ടോ, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, പിന്നെ ഇച്ചിരി നെയ്യ് വേണം, അത് ഓപ്ഷനിലാണ് കേട്ടോ, ഉപ്പ്, കുറച്ച് വെള്ളം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ ഈ ഗോതമ്പൊടി ഒന്ന് നനച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനയ്ക്കുക. നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെയാണ് ഇത് നനയ്ക്കേണ്ടത്. അപ്പോൾ വെള്ളം ഞാൻ എത്ര ഒഴിച്ചെന്ന് പറയാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കുക. ആ പുട്ടൊക്കെ നനയ്ക്കുന്ന കണക്കാട്ടോ നനയ്ക്കേണ്ടത്. ഇപ്പോൾ ഗോതമ്പൊടി നനച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1/2 കപ്പ് വെള്ളം കൊണ്ടായത് നനച്ചെടുത്തേക്കണം. ഇത് കണക്കാട്ടോ ഇത് നനച്ചെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒന്നെങ്കിൽ പുട്ടുകുറ്റിക്കകത്തിട്ടിട്ട് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ വേവിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വട്ടയപ്പം ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഇതൊന്ന് ഇതിൻ്റെ അകത്തേക്ക് നിരത്തിയിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റുന്നതാണിത്. ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മൾ പുട്ടൊക്കെ വേവിച്ചെടുക്കുന്ന പോലെയാണിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് കൊണ്ടുപോയിക്കട്ടെ. അതാണൊക്കെ ഈ ഗ്രീൻ പീസും ബീൻസ് ക്യാരറ്റ് ഇത് 3ഉം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അത് ഞാൻ കുക്കറിലേക്ക് ഇടുക. അപ്പോൾ കുക്കറിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സാധാ ഇതിൽ നോർമലി ഇത് വേകും. പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് ആക്കുന്നു. പച്ചക്കറി വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. കുറച്ച് നമ്മളൊന്ന് അടിക്ക് പിടിക്കാതിരിക്കാൻ മാത്രത്തിന് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടിത് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ അത്രയും മതി. ഒരു വിസിലാകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റണേണ്. ഗോതമ്പൊടി നനച്ചത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്കായിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സിയിലിട്ട് പൊടിക്കാം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട് എനിക്ക് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഓൾറെഡി നല്ല പൗഡർ കണക്കായിരിക്കുന്നത്. ഇതുണ്ടോ, ഇത് നല്ല പൊടി പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നല്ല പൗഡർ പോലെ ആക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെ പൗഡർ പോലെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും അത്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയാട്ടോ ടേസ്റ്റ്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുക്, 1/2 ടീസ്പൂൺ കടുക്. ഉഴുന്ന് പരിപ്പൊക്കെ ഇടുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ അത് ചേർക്കാം. എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് കടുക് മാത്രമേ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് ചേർക്കുമ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം മാത്രമേ ഉഴുന്നോ അല്ലെങ്കിൽ പരിപ്പോ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, സവാള, പിന്നെ കറിവേപ്പില. ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് ബ്രൗൺ കളറൊന്നും ആകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാലേ അതിനൊരു കരിഞ്ഞ ചുവ വരും. ഉപ്പുമാവല്ലേ, ഉപ്പുമാവൊക്കെ നമ്മൾ ഇനി ഉണ്ടാക്കുന്നതൊക്കെ ഇനി ചെയ്യുന്ന സ്റ്റെപ്പുകളൊക്കെ നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാം. ഈ വെജിറ്റബിൾസ് എണ്ണയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ,
ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ തേങ്ങയ്ക്ക് പ്രത്യേകിച്ച് കണക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഉപ്പുമാവിന് തേങ്ങ കിടക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ എത്ര തേങ്ങ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് ഇട്ടു. അരക്കപ്പിനേക്കാളും കൂടുതൽ ഇട്ടാലും ഉപ്പുമാവ് നല്ല ടേസ്റ്റി ആവത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂത്തിട്ട് ഒന്ന് നന്നായിട്ട് എണ്ണയിൽ കിടന്നിട്ടൊന്നും മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഗോതമ്പ് പൊടി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളിയും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് മയം വരണം. ഇതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മതി കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് നേരമായിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വീണ്ടും. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. ഇത് ഓപ്ഷനിലാട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ നെയ്യൊക്കെ കിടക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആട്ടോ വരുന്നത്. ഹെൽത്തി വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഒലിവ് ഓയിലൊക്കെ ചേർക്കാം. നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ഇപ്പോൾ ഇത് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് കഴിച്ച് നോക്കിയിട്ട് എനിക്ക് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവിനേക്കാളും ഇഷ്ടപ്പെട്ടു. എനിക്ക് നുറുക്ക് ഗോതമ്പ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു. ഇത് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നല്ലതാണ്. ഇപ്പം എൻ്റെ എല്ലാ വെജിറ്റബിൾസും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കും ഇത് ഇഷ്ടമാവും. ഇത് പിന്നെ നെയ്യും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് അതിന്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ കശുവണ്ടിയൊക്കെ വറുത്തിടണമെന്നുണ്ടെങ്കിൽ കശുവണ്ടിയും വറുത്തിടാം. അപ്പോൾ അതും ഒരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഇടുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.